എന്താണ് സിയോൻ? ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറ്റവും സുപരിചിതമായ ഒരു പേരാണ് സിയോൻ. ദാവീദ് രാജാവ് പിടിച്ചെടുത്ത നഗരമായും ഇസ്രായേലിലെ ചരിത്രപ്രധാനമായ ഒരു സ്ഥലമായും ദൈവത്തിൻ്റെ വാസസ്ഥലമായുമൊക്കെ സിയോൻ ദൈവവചനത്തിൽ അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ സിയോൻ എന്നും ദൈവത്തിൻ്റെ നഗരമെന്നും ദൈവവചനത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന സിയോന് ദൈവിക പദ്ധതികളിലുള്ള പ്രാധാന്യം എന്താണ്? ദൈവത്തിൻ്റെ സിയോൻ എന്ന് ദൈവവചനം വിശേഷിപ്പിക്കുന്നത് ലോകരാജ്യമായ ഇസ്രായേലിലെ ചരിത്രപ്രധാനമായ ഒരു സ്ഥലം മാത്രമാണോ? അവസാന നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിന്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും, അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. യേശയ്യ 2:2-3. അവസാന നാളുകളിൽ ദൈവപുത്രൻ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ കാലത്ത് അത്യുന്നതനായ ദൈവപിതാവ് ദൈവവചനമനുസരിച്ച് തൻ്റെ രക്ഷാകര പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്ന ഇടമാണ് സിയോൻ എന്ന് വ്യക്തം. ദൈവവചനം ഇങ്ങനെ പറയും: ദൈവം തന്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നത് വരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും. അന്ന് കർത്താവ് ഇത് വെളിപ്പെടുത്തും. 2 മക്കബായർ 2:7. ജനതകൾക്ക് അജ്ഞാതമായതും ദൈവം നാളിതുവരെ മറച്ചുവെച്ചതും ദൈവമക്കളെ വീണ്ടും ഒരുമിച്ച് കൂട്ടുന്നതിനും ദൈവത്തിൻ്റെ സ്വന്തം ദേശത്ത് ദൈവമൊരുക്കിയ സംവിധാനമാണ് സിയോൻ. യേശുക്രിസ്തുവിൻ്റെ ആദ്യ വരവ് സംഭവിച്ച ഇസ്രായേലിലാണ് യഥാർത്ഥ സിയോൻ എന്ന് വിചാരിക്കുന്ന അനേകം പേരുണ്ട്. എന്നാൽ ദൈവപുത്രന്റെ ഒന്നാം വരവിൽ അവനെ തിരസ്കരിക്കുകയും കുരിശുമരണത്തിന് ഏൽപ്പിച്ചുകൊടുത്ത് വധിക്കുകയും അവനിലൂടെ നേടിത്തന്ന പാപമോചനത്തിന്റെ രക്ഷയെ പുച്ഛിച്ചു തള്ളുകയും ചെയ്ത ഒരു സമൂഹത്തിലേക്ക് അവൻ ഇനിയും വരികയില്ല എന്നത് സ്പഷ്ടം. കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിലേക്ക്, തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിന്റെ സന്തതികളുടെ അടുക്കലേക്ക് കർത്താവ് രക്ഷകനായി വരും. യേശയ്യ 59:20. എല്ലാ തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവപുത്രനെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന ഏകവിശ്വാസ സമൂഹമാണ് സിയോൻ. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവൻ വീണ്ടും വരുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചുപോയവർക്ക് പുനരുദ്ധാനവും ജീവിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരീകരണവും നൽകി ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സമ്പൂർണ്ണ രക്ഷയിൽ വിശ്വസിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണമാണ് സിയോൻ. 2000 വർഷമായി ലോകം കാത്തിരുന്ന രക്ഷകൻ ദൈവപുത്രൻ യേശുക്രിസ്തു വീണ്ടും ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വന്നു എന്ന സന്തോഷത്തിന്റെ വാർത്ത ലോകത്തെ അറിയിക്കുന്നതിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ് സിയോൻ. എന്നാൽ എന്റെ അടുക്കലേക്ക് മടങ്ങി എന്റെ കൽപ്പനകൾ പാലിച്ചാൽ, നിന്റെ ജനം എത്ര ദൂരത്തേക്ക് ചിതറിക്കപ്പെട്ടാലും എന്റെ നാമത്തിന് വസിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. നെഹമ്യ 1:9. യുഗയുഗാന്തരങ്ങളായി മറച്ചുവെക്കപ്പെട്ടിരുന്ന ദൈവപിതാവിൻ്റെ യഥാർത്ഥ നാമം സ്ഥാപിക്കാൻ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ദൈവം തിരഞ്ഞെടുത്ത സ്വതന്ത്ര ദൈവിക സംവിധാനമാണ് സിയോൻ. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികളെക്കുറിച്ച് എഴുതപ്പെട്ട എല്ലാ ദൈവവചനങ്ങളും പൂർത്തിയാവുന്നത് ഈ സിയോനിലാണെന്ന് നിഷ്പ്രയാസം തിരിച്ചറിയും. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലമേതെന്നന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. നിയമാവർത്തനം 12:5. ദൈവപിതാവ് പ്രത്യക്ഷനാകുമെന്നും അവിടുന്ന് വരുമ്പോൾ അവിടുത്തെ അനന്തതയുടെ സാദൃശ്യത്തിലേക്കും നിത്യജീവനിലേക്കും തങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന അറിവോടെ ദൈവപിതാവിനെ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ് സിയോൻ. എല്ലാ രക്ഷാകര പദ്ധതികളുടെയും കാര്യസ്ഥയായ പരിശുദ്ധ അമ്മയെയും
ദൈവഹിതം വെളിപ്പെടുത്തുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെയും ആത്മാവിന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്ന ദ്വിതീയ പന്തക്കുസ്തയും കാത്തിരിക്കുന്ന സഭയാണ് പ്രകാശത്തിന്റെ സഭ അഥവാ സിയോൻ. ഇതാ സിയോൻ, ദൈവപുത്രൻ രക്ഷകനായി തിരികെ വരുന്ന സിയോൻ, ചിതറിക്കപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സിയോൻ, ദൈവപിതാവിന്റെ അതിപരിശുദ്ധ നാമം സ്ഥാപിക്കപ്പെടുന്ന സിയോൻ, പരിശുദ്ധയമ്മ വാസമുറപ്പിക്കുന്ന സിയോൻ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന സിയോൻ, അത്യുന്നത പ്രവാചകൻ വെളിപ്പെടുന്ന സിയോൻ, പ്രപഞ്ച സൃഷ്ടാവായ അത്യുന്നതനായ ദൈവപിതാവ് പ്രത്യക്ഷനാകുന്ന സിയോൻ. ഇതാ സിയോൻ, ദൈവമക്കളുടെ നിത്യജീവന്റെ രക്ഷയുടെ കവാടം. ആയിരം ദീപങ്ങളാൽ അങ്ങേ കാത്തിരിക്കുന്നു. യുഗങ്ങൾ വാഴ്ത്തിടും രാജാധിരാജനെ ചക്രവർത്തിയെ. ആയിരം ദീപങ്ങളാൽ അങ്ങേ കാത്തിരിക്കുന്നു. യുഗങ്ങൾ വാഴ്ത്തിടും രാജാധിരാജനെ ചക്രവർത്തിയെ. അമ്മയോടു കൂടെ ഇന്നേക മനസ്സായി സഹോദരർ കാത്തിരിക്കുന്നു. അമ്മയോടു കൂടെ ഇന്നേക മനസ്സായി